ഫാമിലി ഹൊറർ കോമഡി എന്റർടൈൻമെന്റ് കോമഡി ഹൊറർ ഫാമിലി ഓറിയന്റഡ് പണ്ടൊക്കെ ദിലീപ് മൂവീസ് ടൈമിൽ ചിരിച്ച പോലെ നല്ലോണം ചിരിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ പേടിപ്പിച്ചിരുന്നൊന്നുമില്ല. അത് മനസ്സിൽ തട്ടും. കോമഡിയാണ്, ഫാന്റസി ഉണ്ട്, നല്ല പടം. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. ഫാന്റസി, കോമഡി, ഹൊറർ എല്ലാം ഉണ്ട്. ഭയങ്കര സെന്റിമെന്റ് ആയിട്ടുള്ള ചെറുതായിട്ട് നല്ലൊരു തിയേറ്റർ വാച്ച് ആണ്. ഫാമിലി ഓഡിയൻസിനൊക്കെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടാൻ ചാൻസ്. എല്ലാവരും പെർഫോമൻസ് ഒക്കെ ഐശ്വര്യയുടെ ഷർഫിന്റെ ഒക്കെ പെർഫോമൻസ് പെർഫോമൻസ് കണ്ട് അറിയുന്നതായിരിക്കും ബെറ്റർ. കോമഡിയാണോ ഹൊററാണോ? രണ്ടൊരു മിക്സ് ആണ്. തിയേറ്റർ വാച്ചബിളാണ്. തിയേറ്റർ വാച്ച് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ടും. കോമഡി അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണല്ലോ. സോ എനിക്കൊന്ന് കണ്ട് അറിയുന്നതായിരിക്കും ബെറ്റർ. നല്ല പടമാണ്, സൂപ്പർ. എല്ലാ പെർഫോമൻസ് ഒക്കെ എല്ലാവരുടെ പെർഫോമൻസ് അടിപൊളിയായി. ഈ പ്രയത്നം അങ്ങനെ പേടിപ്പിക്കാനോ ചിരിപ്പിക്കാണോ? അങ്ങനെ നമ്മൾ പേടിപ്പിച്ചിരുന്നൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ എല്ലാവരും വരില്ല. നല്ല പടമാണ്, അടിപൊളിയായിട്ടുണ്ടാവും. ഷർഫുക്കയുടെ കോമഡി പണ്ടത്തെ ആ ഒരു വന്ന സമയത്തുണ്ടായ കോമഡി ഇടയ്ക്ക് വെച്ച് നമുക്ക് മിസ് ചെയ്യല്ലോ. എല്ലാത്തിലും ഭയങ്കര സീരിയസ് സാധനങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ ഒരു ഷർഫൊക്കെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഐഷുയുടെ പെർഫോമൻസ് ആണെങ്കിലും ഈ അടുത്ത് കണ്ടതിൽ വെച്ചാൽ ഭയങ്കര ക്യൂട്ട്, കാണാൻ സ്ക്രീനിൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. പിന്നെ എല്ലാം കൂടി രസമുണ്ട്, നമുക്ക് കണ്ടിരിക്കാം. ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ചിരിച്ച് കളിച്ച് എന്റർടൈൻമെന്റ് ആയിട്ട്. എന്നാലും പ്രേതമുണ്ട്, പക്ഷെ നമ്മളങ്ങനെ പേടിപ്പിച്ചിരിക്കുന്ന പ്രേതമൊന്നുമല്ല. പാവം നല്ല പ്രേതം. മമ്മീനെ കാണിക്കുന്നില്ലല്ലോ ഇതില്. അപ്പൊ മമ്മി ടൂലും മമ്മീനെ കാണിക്കുമെന്ന് വിചാരിക്കും. അടിപൊളിയാണ്. ഉറപ്പായിട്ടും ഷർഫിന്റെ വേറൊരു പിക്ചർ. കോമഡി ഹൊറർ ഫാമിലി ഓറിയന്റഡ് എക്സൈറ്റ്മെന്റ് എല്ലാം ഉള്ള ഒരു ഫുൾ പിക്ചർ നമുക്ക് ബൈ ഹാർട്ട് ഫുൾ പിക്ചർ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. 2 hours പോണത് തന്നെ അറിയത്തില്ല. ലൈറ്റിംഗ്, കോസ്റ്റ്യൂം, എവറിത്തിങ് വാസ് സൂപ്പർ. അടിപൊളി. ഈ പ്രയത്നം പേടിപ്പിക്കുകയോ ചിരിപ്പിക്കോ? മിക്സ് ഫീലിംഗ്, നല്ല എന്താ പറയുക, ഒരു ഇമോഷൻ, പിന്നെ കോമഡി ഉണ്ട്, പിന്നെ അതിനകത്തൊരു സസ്പെൻസ് ഉണ്ട്, പേടിക്കാനുള്ളതും ഉണ്ട്, എല്ലാം കൂടി ഉള്ളത്. നമ്മൾ ഇതുവരെ ഒരു നോർമൽ ഹൊറർ ഫിലിം ഒരു പ്രെഡിക്റ്റ് ചെയ്തിട്ട് പോകുമല്ലോ, അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നതല്ല. ആ ത്രൂ ഔട്ട് സിനിമയും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫുൾ സസ്പെൻസ്. മമ്മി ടൂലോട്ടുള്ള ഇത് കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ that was different. പടം നല്ലായിരുന്നു. ഒരു ഫാമിലി ഹൊറർ കോമഡി എന്റർടൈൻമെന്റ്. ഹൊറർ എലിമെന്റ് കുറവാണ്, പക്ഷേ കോമഡി അത്യാവശ്യം നോക്കട്ടായിട്ടുണ്ട്. ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ മൂവിയായിരിക്കും. എടുത്തു പറയുന്നത് അതിനകത്ത് പ്രൊഡക്ഷൻ ക്വാളിറ്റി, VFX ഒക്കെ അത്യാവശ്യം നന്നായി നോക്കട്ടെ. എല്ലാ സീനിലും ഒരു ഫാന്റസി മൂവി ആകുമ്പോൾ VFX ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലത്ത്. സോ അതിനകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ലൊരു ലെവൽ കിട്ടിയായിരുന്നു. എല്ലാ സീൻസും ഇപ്പോൾ പാർട്ടിക്കിൾസ് ഒക്കെ എയറിലേക്ക് നമ്മൾ ട്രെയിനിൽ കണ്ടാണ്. അത് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല VFX കാണാം. അത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമഡി അത്യാവശ്യം നല്ല വർക്കൗട്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ലാൻഡ് സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഒരു 20 പോർഷൻസ് ബിൽഡപ്പ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബിന്ദു പണിക്കർ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. സോ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് തിയേറ്ററിലേക്ക് വന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവി. ഒരു ഫാന്റസി മൂവിയാണ്. നിങ്ങളെ പേടിപ്പിക്കും ഞെട്ടിക്കുമെന്ന് പറയുന്നില്ല, ബട്ട് എന്റർടൈൻമെന്റ് ഉണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ആ ഒരു കോമ്പിനേഷൻ നന്നായി വർക്കൗട്ടായി സ്ക്രീനിൽ. മൊത്തത്തിൽ എനിക്ക് സിനിമ ഒരു കോമഡി ആൻഡ് ഫാന്റസി ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. ഷർഫുക്ക, ജഗദീഷ് ചേട്ടൻ, ജോണി ചേട്ടൻ എല്ലാവരും തമ്മിലുള്ള കോമഡി സീൻസ് ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ഫാൻറ്റസി മൂഡ് ഇതിലേക്കാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ബിന്ദു പണിക്കരൊക്കെ നല്ലൊരു പെർഫോമൻസാണ്. നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. കുഴപ്പമില്ല, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക്, ഒരു ഹൊറർ ടൈപ്പ് കയറി വരുന്നുണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ. സൂപ്പർ മൂവി, എല്ലാവരും എന്തായാലും പോയി കാണണം. കുറേ ചിരിക്കാനുണ്ട് ഫസ്റ്റ് ഹാഫ്. പിന്നെ ഭയങ്കര ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. എല്ലാം നല്ല. ഈ പ്രയത്നം പേടിപ്പിക്കുകയും ചിരിപ്പിക്കും. കുറേ ചിരിക്കാനും ഉണ്ട്, പേടിക്കാനും ഉണ്ട്. നമുക്ക് എന്താ പറയാ, ഫീലിങ്സും ഉണ്ട്. പടം കണ്ടോളൂ. ഷർഫൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ എന്നും കാണാൻ കോമഡി. നമുക്ക് പണ്ടൊക്കെ ദിലീപ് മൂവീസ് ടൈമിൽ ചിരിച്ച പോലെ നല്ലോണം ചിരിക്കാൻ പറ്റി. ഐശ്വര്യ എങ്ങനെയാണ് പെർഫോമൻസ്? അടിപൊളി പെർഫോമൻസ്. മമ്മി ടൂലോട്ടുള്ള ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കോമഡിയാണോ ഹൊററാണോ? ഫാന്റസി, കോമഡി, ഹൊറർ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാ അമ്മമാരും കണ്ടാൽ അത് മനസ്സിൽ തട്ടും. ഐശ്വര്യ ഞെട്ടിച്ചോ? എന്താണ് ഇമോഷൻ ആയിട്ട് ഇറങ്ങാൻ? അത് അമ്മമാർക്ക് മനസ്സിലായത് അമ്മമാരെ കാണും. കോമഡിയാണ്, ഫാന്റസി ഉണ്ട്, നല്ല പടം. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇമോഷണലി വർക്ക് ആവുന്നുണ്ട്, നല്ല പടം. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന അടിപൊളി പടം. എനിക്ക് കോമഡിയാണ് ഭയങ്കരമായിട്ട് വർക്ക് ആയത്. ഫസ്റ്റ് ഹാഫ് ത്രൂ ഔട്ട് ചിരിക്കുമായിരുന്നു, ഭയങ്കര രസമായിരുന്നു.
ഷർഫക്കാട് ഒരു കോമഡി ലെവലിൽ കംബാക്ക് ആണെന്ന് പറയാൻ പറ്റുമോ? കംബാക്ക് എന്നില്ല, പുള്ളി പോയിട്ടൊന്നുമില്ലല്ലോ. ഉടനീളം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും ഐഷും അഭിനയിച്ച എല്ലാവരും കലക്കിയിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഷോ അല്ലേ? ഫസ്റ്റ് ഷോയിൽ നമ്മുടെ ക്രൂ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി പ്രോപ്പറായിട്ട് ആരും അറിയേണ്ട ഒരു ഷോയും കൂടെ ഓഡിയൻസിന്റെ കൂടെ കാണണം. ഈ ഷോയിൽ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. വെരി ഹാപ്പി, വെരി വെരി ഹാപ്പി. പിന്നെ ചെറുതായിട്ട് ഇല്ല, ബാക്കി ഓഡിയൻസ് പറയട്ടെ, ഞാനല്ലല്ലോ പറയണ്ടേ. ഇത് ഞാൻ അഭിനയിച്ച സിനിമയല്ലേ, ഞാൻ തന്നെ അടിപൊളിയാന്ന് പറഞ്ഞെങ്കിൽ അമ്മേടെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രഷർ? ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റിന് ശേഷം ചിരിക്കാനായിട്ട് നിർത്താതെ ചിരിക്കാൻ ഒരുപാട് എലമെന്റ്സ് ഉണ്ടായിരുന്നു. പ്രഷർ കൈയടിച്ച് ചിരിക്കുന്നു. എനിക്ക് എന്താ ഫീൽ ചെയ്തതെന്നൊക്കെ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെ കിട്ടിയെന്നൊരു കിട്ടിയോ? ഇത് ഫസ്റ്റ് ഷോ അല്ലേ? ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരു 2-3 ദിവസം ഓഡിയൻസ് എല്ലാവരും വരട്ടെ, എന്നിട്ട് അതിന്റെ പല ആളുകളും ഫാമിലി ഓഡിയൻസിന് വർക്കാവുന്ന ഒരു പടമാണെന്നാണല്ലോ പല ആളുകളും പറഞ്ഞത്. സന്തോഷം. നിങ്ങളാണ് ഇപ്പൊ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് വർക്കാവുന്നുണ്ട് എന്ന്. മമ്മി ടു എങ്ങനെയാണ്? സോറി, മമ്മി ടു എങ്ങനെയാണ്? അമ്മയുടെ ഒരു സ്നേഹം അതാണ് ശരിക്കും ഇതിൽ കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്. എനിക്ക് സുജാത ചേച്ചി പാടിയ ഒരു പാട്ടുണ്ട്. അത് ഇത് റെക്കോർഡിങ് കഴിഞ്ഞ ദിവസം മുതൽ ഞാൻ നിർത്താണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഫീലാണ് ആ പാട്ടും ആ വിഷ്വൽസും. നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ? പടം തീർത്തില്ലേ? അതെ പാട്ടും ഉണ്ടാവും. പൊളിക്കുന്നുണ്ട്. സന്തോഷം. താങ്ക് യു. എല്ലാവരും നിങ്ങൾ കണ്ടില്ലേ? വീട്ടിലെല്ലാവരും അറിയിച്ചില്ലേ? താങ്ക് യു. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഫാമിലി ആയിട്ട് വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.